അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല കോഴി കൊണ്ട് നല്ല പെരട്ടി എടുത്ത് കോഴിപ്പെരട്ട് നമ്മുടെ കള്ള് ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് കോഴിപ്പെരട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 300 ഗ്രാം പീസ് ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കോഴിപ്പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടി 1 2 3 ആളുകൾക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രാം വെയിറ്റാണിത്. ചിക്കൻ എന്തായാലും നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിലൊന്ന് ചിക്കൻ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഫാറ്റ് അതിൻ്റെ ബ്ലഡിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചിക്കൻ വാഷ് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം 250-300 ഗ്രാമിന് ഉള്ളിൽ വേണ്ട സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങളുടെ എണ്ണത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം ജിഞ്ചർ നല്ല രീതിയിൽ ചതച്ച് എടുത്ത് വച്ചിരിക്കുന്നു. അതുകൂടാതെ തന്നെ സ്മോൾ ഓനിയൻ, ഗാർലിക്ക് ഇവയെല്ലാം കൂടി ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ ചതച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. ഗ്രീൻ ചില്ലിയൊന്നും ഇതിൽ യൂസ് ചെയ്യാനില്ല, വലിയ ഓനിയനൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ഓയിൽ അധികം ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നും ഓരോ ടേസ്റ്റിൽ ചിക്കൻ കറി കഴിക്കുന്നവരെല്ലാവരും ഡിഫറെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടുപഠിച്ച എക്സ്പീരിയൻസ് മുഖാന്തരമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചതച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കുക. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ജിഞ്ചർ, ഗാർലിക്ക്, സ്മോൾ ഓനിയൻ ഇതെല്ലാം ചതച്ചത് നമുക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എടുക്കാം. എന്തായാലും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളെന്തായാലും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും നമ്മൾ ഇടുന്നതാണ്. 1/2 ടീസ്പൂണോളം നമ്മൾ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 2 ടീസ്പൂണോളം ചില്ലി പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 2 അല്ല, ഒരു 1.5 ടീസ്പൂണോളം മതി. എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. 2 ടീസ്പൂൺ വരെ ആവാം, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ 2 ടീസ്പൂണ് നമ്മൾ ചില്ലി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേശം വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ആയിരിക്കും കുറച്ച് ബെറ്റർ. ഇത് ആ ഒരു ചെറിയൊരു പുളി കിട്ടാനായിട്ടാണ്. ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യണത് ഏറ്റവും പഴയ രീതിയിൽ നിന്നുള്ളൊരു മെത്തേഡാണ്. കാരണന്മാരിൽ നിന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ശരിക്കും തയ്യാറാക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ വേറെ മസാലയൊക്കെ ഇട്ടിട്ട് ആ ഒരു മെത്തേഡിലാണ് ചെയ്യണത്, പെരട്ടെന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഇതാണ് ശരിക്കും പണ്ടേ ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഗ്യാസിലേക്ക് ചൂടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെക്കാം. ഇതൊന്ന് തിളയ്ക്കണം, ഇതൊന്ന് കുക്കാവണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള 2 മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊരു നല്ല കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അധികം വെളിച്ചെണ്ണയോ കുറേ സവാള കുറേ മസാലയൊന്നും വന്നില്ല. ആകെ 2-3 മസാലകൾ മാത്രം നമ്മൾ ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വെക്കാം. വേറെ വെള്ളമോ ഒന്നും ഒഴിക്കണ്ട, ചിക്കൻ്റെ സത്ത് തന്നെ ഇറങ്ങിയിട്ട് കുക്കാവുന്നതായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ശ്രദ്ധിച്ചാലും മതി, അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഗരം മസാലയും, ഇതാണ് അതിൻ്റെ ശരിക്കും ലാസ്റ്റ് വന്നൊരു ഫ്ലേവർ. അപ്പോൾ ഈ 2 ഐറ്റവും മാത്രം ഇട്ടിട്ട് കുറച്ചും കൂടി ആ ഒരു ചെറിയൊരു വെളിച്ചെണ്ണ കുറവൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നമുക്കിട്ടിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ആ മസാല അങ്ങനെ പെരട്ടി ആ മസാല നമ്മൾ ചിക്കനിൽ പെരട്ടി എടുക്കുന്നതാണ് ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെ എല്ലാം കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ പുരട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ തലമുറയിലുള്ള ആളുകൾ നിന്ന് മനസ്സിലാക്കിയെടുത്തൊരു സീക്രട്ട് റെസിപ്പിയാണ്. ഇതെല്ലാവരും നിങ്ങൾ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഫുഡ് സംബന്ധപരമായ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.